Hi students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 8 മോഡേൺ പ്രാക്ടീസസ് ഇൻ മാനേജ്മെൻറ്റ് പുതിയതായിട്ട് മാനേജ്മെൻറ്റിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന രീതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് TQM എന്താണെന്നുള്ളത്. It is an integrated organization effort to improve quality of every level. TQM is adopted to meet the quality expectations of the customers. So, it is called a customers defined quality. അതായത് ഈ ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ഗുണനിലവാരത്തിനെയാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഫേം അല്ലെങ്കിൽ എൻ്റർപ്രൈസിൽ വരുന്ന എല്ലാ ലെവലിലും ഒരേപോലെ തന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ആ ഒരു എഫേർട്ടിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനാണ് ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഡിവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻ ആയാലും അവിടെ എല്ലാം അതിൻ്റെ ക്വാളിറ്റി ഹയസ്റ്റിലേക്ക് എത്തിക്കുമ്പോൾ അത് ഓവറോൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണോ കസ്റ്റമേഴ്സ് അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ കസ്റ്റമേഴ്സ് ഡിഫൈൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നുണ്ട്. ഡിഫൈനിങ് ക്വാളിറ്റി ഈസ് ടിഡിയസ് ടാസ്ക്. പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ് വിത്ത് റിഗാർഡ് ടു ദ റിക്വയർഡ് ക്വാളിറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളിലും ഉദ്ദേശിക്കുന്ന തരത്തേക്കുള്ള ക്വാളിറ്റി നമുക്ക് എന്താണെന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഡിഫൈൻ TQM അല്ലെങ്കിൽ എന്താണ് വാട്ട് ഇസ് TQM എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ മീനിങ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് അപ്രോച്ച് ഫോർ ആൻ ഓർഗനൈസേഷൻ സെൻറ്റേർഡ് ഓൺ ക്വാളിറ്റി based on the participation of all its members and aiming a long-term success through customer satisfaction and benefits to all members of the organization and to society. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, മൊത്തത്തിലുള്ള ക്വാളിറ്റി മാനേജ് ചെയ്യുന്നത്. ഇതൊരു അപ്രോച്ചാണ് ഓർഗനൈസേഷൻ്റെ. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റിയാണ് ഇവിടെ. ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതിൽ ആരാണ് വരുന്നത്, ആരൊക്കെയാണോ ഈ ഫേമിൽ വർക്ക് ചെയ്യുന്നത് എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവരുടെ ലക്ഷ്യം ലോങ് ടേമിലേക്ക് സക്സസ് ആവുക. എങ്ങനെയാണ് സക്സസ് ആവുന്നത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും അതുവഴി ബെനിഫിറ്റ് എല്ലാ മെമ്പേഴ്സിനും ഓർഗനൈസേഷനും സൊസൈറ്റിക്കും കിട്ടുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അതിൻ്റെ മീനിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡെഫിനേഷൻ എന്ന് പറയുന്നത് കുറേ ഡെഫിനേഷൻസ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ സൗകര്യമുള്ളത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാം. അതിലൊരു ഡെഫിനേഷൻ ഇവിടെ പറയാം. അക്കോർഡിംഗ് ടു ഓക്ലാൻഡ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് ആൻ അപ്രോച്ച് ടു ഇംപ്രൂവിങ് ദ ഇഫക്റ്റീവ്നെസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ബിസിനസ് ആസ് എ ഹോൾ. ഒരു ബിസിനസ്സിനെ മൊത്തമായിട്ട് ഇഫക്റ്റീവ് ആവുന്നതും ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള അപ്രോച്ചിനാണ് ടോട്ടൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യലി എ വേ ഓഫ് ഓർഗനൈസിങ്. അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഓർഗനൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ ആക്ടിവിറ്റിയും ഓരോ സിംഗിൾ പേഴ്സണും അറ്റ് എവറി ലെവൽ എല്ലാ ലെവലിലും ഉള്ള ഓരോ സിംഗിൾ പേഴ്സൻ്റെയും കോൺട്രിബ്യൂഷൻ അത്രയും വലുതാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ ഇവിടെ പഠിക്കാം. നേരത്തെ കാണിച്ചൊരു മീനിങ്ങും നോക്കുക എന്നുള്ളതാണ് ഇവിടെ നോക്കാനുള്ളത്. നെക്സ്റ്റ് TQM കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫോക്കസ് ഓൺ മീറ്റിംഗ് ഓണേഴ്സ് കസ്റ്റമേഴ്സ് നീഡ്സ് ബൈ പ്രൊവൈഡിങ് ക്വാളിറ്റി സർവീസ് അറ്റ് എ കോസ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് വാല്യൂ ടു ദ ഓണേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓണേഴ്സിൻ്റെ ഓർ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, ക്വാളിറ്റി സർവീസ് കൊടുക്കുക മതിയായ അളവിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ട് ഓണേഴ്സിനും കസ്റ്റമേഴ്സിനും വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. It is driven by the quest for continuous improvement in all operations. ഒരു ഫേമിൽ എന്തെല്ലാം വർക്കുകളുണ്ടോ, ഓപ്പറേഷൻസ് ഉണ്ടോ, അതിനെ എല്ലാ തരത്തിലും അതിനെ ഇംപ്രൂവ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. Recognizes that everyone in the organization has owners or customers for either internal or external. ഓരോ വ്യക്തികളും ഓണർ ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ ഈ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അവരെല്ലാം ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാം. വ്യൂ ആൻ ഓർഗനൈസേഷൻ ആസ് എ ഇൻറ്റേർണൽ സിസ്റ്റം വിത്ത് എ കോമൺ എയിം റാദർ ദാൻ ആൻ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിങ് ടു മാക്സിമൈസ് ദെയർ പെർഫോമൻസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ പെർഫോമൻസ് മാക്സിമൈസ് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ സംഭാവനകൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോക്കസസ് ഓൺ വേ ടാസ്ക് ആർ അക്കംപ്ലിഷ്ഡ് റാദർ ദാൻ സിംപ്ലി വാട്ട് ടാസ്ക് ആർ അക്കംപ്ലിഷ്ഡ്. എപ്പോഴും വേന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ ജോലിയും എങ്ങനെ ചെയ്തു തീർക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ എത്ര ജോലി ചെയ്തു എന്നുള്ളതിനേക്കാളും ചെയ്യുന്ന മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത്. കൂടാതെ
ടീം വർക്ക് ഇവിടെ ആവശ്യമാണ്. ഹൈ ലെവൽ ഓഫ് പാർട്ടിസിപ്പേഷൻ, എത്ര എംപ്ലോയീസ് ഉണ്ടോ അവരെല്ലാവരും മുഴുവനായിട്ടും പാർട്ടിസിപ്പേഷൻ ഇവിടെ ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്രയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് മെയിനായിട്ട് 6 പോയിന്റുകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ കസ്റ്റമേഴ്സ് ഓറിയൻറ്റേഷൻ ഓർ ഫോക്കസ്, സെക്കൻഡ് വൺ നെവർ എൻഡിങ് ഇംപ്രൂവ്മെൻറ്റ്, തേർഡ് വൺ എംപ്ലോയി എംപവർമെൻറ്റ്, ഫോർത്ത് വൺ ടീം അപ്രോച്ച്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് കസ്റ്റമർ ഫോക്കസ്. ആദ്യത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് കസ്റ്റമർ ഫോക്കസ് ആണ്. TQM എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കാരണം ക്വാളിറ്റി എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ടതും മീറ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ബിയോണ്ട് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ, ഓരോ കസ്റ്റമറും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കാണ് നമുക്ക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റേണ്ടത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഐഡൻറ്റിഫൈ ആൻഡ് ദെൻ മീറ്റ് നീഡ്സ് ഓഫ് ദ കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമറുടെ നീഡാണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം അത് എന്താണെന്നുള്ള മനസ്സിലാക്കുക, അതിനുശേഷം അത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. TQM ഐഡൻറ്റിഫൈഡ് ദാറ്റ് an absolutely produced product has little value if it is not wanted by customers. കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണെന്നാണ് പറഞ്ഞാൽ വളരെ വാല്യൂ, ഒരു ലേശം പോലും വാല്യൂ അതിനവർ കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഈസ് കസ്റ്റമർ ഡ്രിവൺ. കസ്റ്റമർ ഡ്രിവനെ ബേസ് ചെയ്തിട്ടാണ് ക്വാളിറ്റി എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ഫോക്കസ് ആണ്. രണ്ടാമത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പം തുടർച്ചയായിട്ട് പുതിയ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തതകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ട്രഡീഷണൽ സിസ്റ്റം ഓപ്പറേറ്റഡ് ഓൺ ദ അസംഷൻ ദാറ്റ് വൺസ് എ കമ്പനി അച്ചീവ്ഡ് എ സർട്ടൺ ലെവൽ, ഓരോ കമ്പനിയും ഒരു സർട്ടൺ ലെവൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് സക്സസ്ഫുൾ ആൻഡ് നീഡഡ് നോ ഫർദർ ഇംപ്രൂവ്മെൻറ്റ്സ്. അത് ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ്സും അതേപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതിലൊരുപാട് ഡിഫക്റ്റുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. തുടർച്ചയായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകുമ്പം ഒരുപാട് ഡിഫക്റ്റുകൾ അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ കസ്റ്റമർ ഫോക്കസ്, രണ്ടാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റ്, മൂന്നാമത് എംപ്ലോയി എംപവർമെൻ്റ് ആണ്. ഇനി ഓരോ എംപ്ലോയിനെയും നമ്മൾ എംപവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അവരുടെ ക്വാളിറ്റി പ്രോബ്ലംസിനെ നമ്മൾ മാക്സിമം സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ മെത്തേഡിൽ പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ പറയുന്ന ഓൾഡ് കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി, എംപ്ലോയീസ് വർ എഫ്രൈഡ് ടു ഐഡൻറ്റിഫൈ പ്രോബ്ലംസ് ഫോർ ഫിയർ ദാറ്റ് ദേ വുഡ് ബി സ്കോൾഡഡ്. പല എംപ്ലോയീസും അവരെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വളരെ പേടിയാണ്. കാരണം അവർക്ക് ചീത്ത കേൾക്കുമെന്നൊരു ഭയമുള്ളതുകൊണ്ട് തെറ്റുകളെ മറച്ചു വയ്ക്കാനാണ് അവർ നോക്കുന്നത്. പുതിയ കൺസെപ്റ്റ് പ്രകാരം TQM പ്രൊവൈഡ്സ് ഇൻസെൻറ്റീവ് ഫോർ എംപ്ലോയീസ് ടു ഐഡൻറ്റിഫൈ ക്വാളിറ്റി പ്രോബ്ലം. പുതിയ കൺസെപ്റ്റിൽ പറയുന്നത് ഓരോ എംപ്ലോയീസും ആരാണോ ആ ഒരു തെറ്റ് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവർക്ക് നമ്മൾ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുള്ള സിസ്റ്റത്തിലേക്ക് അത് വന്നു. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ആർ റിവാർഡഡ് ഫോർ എക്സ്പോസിങ് ക്വാളിറ്റി പ്രോബ്ലം. അപ്പോൾ ആരെങ്കിലും ഒരു ക്വാളിറ്റി പ്രോബ്ലം എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ കൃത്യമായിട്ട് റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ് പുതിയൊരു കൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റിൽ ടീം അപ്രോച്ച്. ഇനി അടുത്ത പോയിൻ്റാണ് ടീം അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസ്ഡ് എഫേർട്ടാണ്, ഓർഗനൈസേഷണൽ എഫേർട്ടാണ്. അപ്പോൾ ടു ഫെസിലിറ്റേറ്റ് ദ സോൾവിങ് ഓഫ് ക്വാളിറ്റി പ്രോബ്ലത്തിനെ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടു പ്ലേസ് ഗ്രേറ്റ് എംഫസിസ് ഓൺ ടീം വർക്ക്. ഒരു നല്ല ടീം ഉണ്ടാവുക അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടീമിനെ യൂസ് ചെയ്തുകൊണ്ട് 2 heads are better than 1. 2 heads എന്ന് പറയുന്ന ഒന്നിനേക്കാൾ നല്ലത് better than 1 എന്നാണ് പറയുന്നത്. പക്ഷേ ടീം വർക്ക് റെഗുലർലി ടു കറക്റ്റ് പ്രോബ്ലംസ് ബൈ യൂസിങ് ടെക്നിക്സ് സച്ച് ആസ് ബ്രെയിൻ സ്റ്റോമിങ്, ഡിസ്കഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ടൂൾസ്. ഇത്തരത്തിലുള്ള പുതിയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടീമിൻ്റെ പ്രോബ്ലംസിനെ നമ്മൾ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ഓഫ് ടീംസ് ആർ കൺസിഡേർഡ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദ സക്സസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സക്സസ്സിന് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ ടീമിൻ്റെയും എഫേർട്ടിനാണ്, അവർ കറക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിനാണ്. അതുകൊണ്ട് തന്നെ കമ്പനി റിസർവ് ടൈം ഇൻ വർക്ക് ഡേ ഫോർ ടീം മീറ്റിംഗ്സ്. അതുകൊണ്ടാണ് പല വലിയ കമ്പനികളും ഒരു വർക്കിംഗ് ടൈമിൽ തന്നെ ടീം മീറ്റിങ്ങുകൾ പലപ്പോഴും വയ്ക്കുന്നത്. കാരണം ടീംസ് വാരി ഇൻ ദെയർ ഡിഗ്രി ഓഫ് സ്ട്രക്ചർ ആൻഡ് ഫോർമാലിറ്റി. ഓരോ ടീമും പലതരത്തിലും വ്യത്യസ്തരാണ്, ഒന്നിൽ നിന്ന് വേറെ ഒന്ന് വ്യത്യസ്തരാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീംസ് ഉണ്ടെങ്കിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതാണ് ടീം അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്
ക്വാളിറ്റി സർക്കിളാണ്. ക്വാളിറ്റി സർക്കിളാണ് ഏറ്റവും കോമൺ ടൈപ്പ് എന്ന് പറയുന്നത്. എ ടീം ഓഫ് വോളണ്ടിയേഴ്സ്, പ്രൊഡക്ഷൻ എംപ്ലോയീസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഹൂസ് പർപ്പസ് ഈസ് ടു സോൾവ് ക്വാളിറ്റി പ്രോബ്ലംസ്. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ സ്വമേധയാ അവിടുത്തെ എംപ്ലോയീസ് ഒത്തുചേർന്ന് ഒരു ടീമായി മാറുന്നു. ഇതിനാണ് ക്വാളിറ്റി സർക്കിൾ. സാധാരണ ഈ ഒരു സർക്കിളിൽ 8 മുതൽ 10 വരെ മെമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഗ്രൂപ്പ് കോൺസെൻസസിനെ ബേസ് ചെയ്തുകൊണ്ട് ചില ഡെസിഷൻസ് എടുക്കുന്നു. ടീം സാധാരണയായിട്ട് വീക്കിലി അവർ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും വർക്ക് പ്ലേസിൽ തന്നെയാണ്, വർക്കിംഗ് ടൈമിൽ തന്നെയാണ് ഈ മീറ്റിംഗ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ പ്രോസസ്സ് പ്രീസെറ്റ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ക്വാളിറ്റി പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുക, അതിനെല്ലാം വേണ്ടിയിട്ട് ചെയ്തൊരു ഗ്രൂപ്പാണിത്. ഓപ്പൺ ഡിസ്കഷനൊക്കെ പ്രൊമോട്ട് ചെയ്യും. ക്രിറ്റിസിസം ഒരിക്കലും അലൗ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഫങ്ഷനിങ് ഓഫ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, അത് കാഷ്വൽ ആയിട്ട്. ബട്ട് ഇറ്റ് ഈസ് എ സീരിയസ് ബിസിനസ്. ക്വാളിറ്റി സർക്കിൾസ് ആർ നോട്ട് മിയർ ചാറ്റർ സെഷൻസ്. ഇത് വെറുതെ നമ്മൾ വന്ന് കണ്ട് സംസാരിച്ച് പിരിയേണ്ട ഒരു സെഷൻ അല്ല ക്വാളിറ്റി സർക്കിൾ. അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് അവിടെ ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട്. ആൻഡ് സക്സസ്ഫുൾ ഇൻ മെനി ഫേംസ്. ഈ ഒരു സിറ്റുവേഷൻ പല ഫേമിലും ഒരുപാട് സക്സസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എംപ്ലോയീസും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, ഒറ്റയ്ക്കല്ല. അതേപോലെ പ്രോബ്ലംസ് ഉള്ള സ്വമേധയാ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് വർക്കിംഗ് ടൈമിൽ തന്നെ വീക്ക്ലി അവരുടെ പ്രോബ്ലംസ് എല്ലാവരും തുറന്ന് പറഞ്ഞ് അതിനെ നമുക്ക് തിരുത്തിയെടുക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വാളിറ്റി സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റാണ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TQMൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ബാക്ക് ബോൺ തന്നെയാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ വ്യക്തികളെയും ഇതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട്. എവ്രി വൺ ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഫ്രം ദ മാനേജ്മെൻറ്റ് ഡയറക്ടർ ടു ദ ജൂനിയർ ക്ലർക്ക് ഓർ വർക്കർ ഇൻ ദ ഓർഗനൈസേഷൻ. ഇതിൽ നമ്മൾ ഏറ്റവും ടോപ്പ് മുതൽ ഏറ്റവും ബോട്ടം വരെയുള്ള ആളുകളെ വരെ ഉൾപ്പെടുത്തിയിട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മാനുഫാക്ചറിങ് പീപ്പിൾ ബട്ട് ഓൾസോ ദ അക്കൗണ്ടിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് ആൻഡ് ഈവൺ ദ ക്യാൻറ്റീൻ പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ TQM പ്രോസസ്സ്. TQM പ്രോസസ്സിൽ മൊത്തത്തിലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള എല്ലാവരും അത് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഹാവ് വെരി ഡിഫറെൻറ്റ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദാൻ എ ട്രഡീഷണൽ ഓർഗനൈസേഷൻ. മുൻകാലങ്ങളിലുള്ള ഒരു ഫേമിനെ പോലെയല്ല ഇന്നത്തെ പുതിയ ഫേമുകൾ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഡിഫറെൻറ്റ് റോളുകളും റെസ്പോൺസിബിലിറ്റീസും എല്ലാം ഉണ്ട്. അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, അതോറിറ്റി കൊടുക്കുന്നു, അത് മെഷർ ചെയ്യാൻ, ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഏതാണ് അവർ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാം ക്വാളിറ്റി മെഷർ ചെയ്യാൻ, ടുഗെദറായിട്ട് അവർ വർക്ക് ചെയ്യുക ടീമായിട്ട്. അഡ്രസ് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യണം എന്നതാണ് പ്രശ്നം എന്ന് പറയണം. അതുപോലെ ക്രോസ് ട്രെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടു ഏബിൾ ടു പെർഫോം മൾട്ടിപ്പിൾ ടാസ്ക്, ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് മൊത്തത്തിൽ എല്ലാവരും അറിയാം. ആൻഡ് ഇൻറ്റിമേറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദർ എക്യുപ്മെൻറ്റ്. അവരുടെ എക്യുപ്മെൻറ്റ് എന്താണോ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് അതിനെക്കുറിച്ച് അവർ പഠിക്കുന്നു. ആൻഡ് എംപ്ലോയീസ് ആർ എസെൻഷ്യൽ ടു ദ ബിൽഡിംഗ് ഓഫ് എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ഒരു ഫേമിൻ്റെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിൽ ഏറ്റവും നല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. ഇതാണ് എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൺസെപ്റ്റിൽ പറയുന്ന മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഇതിൽ വരുന്നുണ്ട്. ടോപ്പ് മാനേജേഴ്സ് തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ മുഴുവൻ കൊടുക്കുന്ന ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിലാണ്. അവർ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുള്ള ചില ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ചില പേർപ്പസുകളുണ്ട് അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും. ക്വാളിറ്റി സ്റ്റാൻഡേർഡും ഡയറക്റ്റ്ലി അവർ ഇൻവോൾവ് ചെയ്യും. ചില പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. അവരുടെ എയിം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാം, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എങ്ങനെ ഇഫക്റ്റീവായി ഓപ്പറേറ്റ് ചെയ്യണം ഒരു ക്വാളിറ്റി സിസ്റ്റം. നല്ല എംപ്ലോയീസിന് അവർ റിവാർഡ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴി ഒരു പരിധി വരെ പ്രോബ്ലംസൊക്കെ മിനിമൈസ് ചെയ്യാനും, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ലെവൽ തമ്മിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പുതിയതായിട്ട് വന്ന മോഡേൺ അപ്രോച്ചസ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബിസിനസ്സിലേക്ക് വരുന്നത്. മോഡേൺ പ്രാക്ടീസുകൾ മാനേജ്മെൻറ്റ് ലെവലിൽ അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. നിർബന്ധമായിട്ടും മീനിങ് ആൻഡ് ഡെഫിനേഷൻ നോട്ട് ചെയ്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മളെടുത്തത് അതിൻ്റെ കൺസെപ്റ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്ന 6 കൺസെപ്റ്റ് നോട്ട് ചെയ്തോളുക, ഓരോ പോയിന്റുകളും പഠിച്ചോളുക.
ഇത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഇവിടെ ചോദിക്കാം. അപ്പോൾ 2 മാർക്സിന് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാം വാട്ട് ഈസ് ഓർ ഡിഫൈൻ ടി ക്യു എം ചോദിക്കാം. വാട്ട് ആർ ദ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ടി ക്യു എം. ഈ 2 ക്വസ്റ്റ്യനുള്ള ആൻസർ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം. എന്തൊക്കെയാണ് ടോട്ടൽ ക്വാളിറ്റിയുടെ മെയിൻ കൺസെപ്റ്റ്? കസ്റ്റമർ ഓറിയൻറ്റേഷൻ ആണ്, നെവർ എൻഡിങ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്, എംപ്ലോയീനെ എംപവർ ചെയ്തെടുക്കുക, അവരെ ഏറ്റവും നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുക, ഒരു ടീം അപ്രോച്ച് ഇവിടെ തീർച്ചയായിട്ടും വേണം, അതേപോലെ എംപ്ലോയിയുടെ ഇൻവോൾവ്മെൻറ്റും വേണം, മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റും വേണം. ഇതാണ് ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.